വരുന്നില്ലല്ലോ. സമയായി കേട്ടോ. സമയം എട്ടമ്പത്തൊന്നോ അല്ല 7:51 പതിയെ പോയാൽ മതി. സാധ്യതയൊക്കെ ആയിട്ട് ഇച്ചിരി പതിയെ പോയാൽ മതി. 51 പോയാൽ 8:02 1 ചെല്ലും. 8:03 വണ്ടി ഇറങ്ങത്തുള്ളൂ. എന്നാൽ വൈകിട്ട് ജയിച്ച് വരുമായിരിക്കാം. പക്ഷെ ക്യാമറ ഒന്നുമില്ല അവിടെ. ഞാൻ തിരിച്ചു വരണം. ഇതിലെ കൂടെ ആണോ? ആ ആ ആ ആ ആ ആ എന്നൊരു ആയിരിക്കും. ഇനി അതിനെ കാണണമെങ്കിൽ 2 കൊല്ലം കഴിയണം. ഇനി കാണണമെങ്കിൽ 2 കൊല്ലം കഴിയണം. പെരുമ്പാമ്പ് പണ്ടൊരു ദിവസം വന്ന ഓർമ്മയുണ്ട് ഈ റോഡിൽ വെച്ച്. രാത്രി ഞാൻ വരുമ്പോൾ ഇന്നലെ രാത്രി. അതുകൊണ്ട് ആ പുള്ളി മേളത്തെ പുള്ളി ഇതിലെ കൂടെ വന്നപ്പോഴത്തേനും ഇവിടെ പെരുമ്പാമ്പ് ഈ റോഡിൽ. പെരുമ്പാമ്പ് പിന്നെ വിഷയമൊന്നുമില്ല. രാത്രിയിൽ ഇറങ്ങത്തുള്ളൂ നമ്മൾ. രാത്രി ഇതിലെ കൂടെ കാണി കയറി ഇറങ്ങി അങ്ങ് പോകും. ഇപ്പോൾ അവന് ഇവിടുന്ന് തീറ്റ പിടിക്കാനൊന്നുമില്ല. വല്ല പന്നീരിനൊക്കെ പിടിച്ച് ഇന്ന് വരുന്ന നല്ലതായിരുന്നു. പന്നീരിനൊക്കെ സുഖമായിട്ട് പിടിക്കാമല്ലോ. പുല്ലൊക്കെ വെട്ടിയില്ല. ഇന്നലെ മെയിൻ്റനൻസിന് വേണ്ടി അവൾ കഴിഞ്ഞ ദിവസം ഇവിടെ പോയപ്പം കുറച്ച് പൈസയ്ക്ക് വെച്ചായിരുന്നു. അപ്പം 50,000 രൂപ വരെ കിട്ടും. അപ്പം ഇവർ പറയുന്നത് ഇന്നലെ ആദ്യം മെമ്പർ പറഞ്ഞത് 75 1 ലക്ഷം രൂപയുടെയൊക്കെ പരിപാടി നമ്മൾ ചെയ്താലാണ് ഇവർ 50 രൂപ തരികയെന്ന്. ഇന്നലെ മെമ്പർ വിളിച്ചിട്ട് പറയുന്നു 1.5 ലക്ഷം രൂപയുടെ പരിപാടി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ 50 രൂപ സർക്കാർ തരും. അങ്ങനെ മെയിൻ്റനൻസിന് തരത്തുള്ളൂ. നമ്മളിപ്പോൾ 1.5 ലക്ഷം രൂപയുടെ പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപ വേണമല്ലോ. ആ 1 ലക്ഷം രൂപ കൊണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഷീറ്റ് മേടിച്ചിട്ടാണ് ആ അടുക്കളയുടെ അവിടെ. ഇനി ഇവരുടെ ഈ പൈസ നോക്കത്തോലുമില്ല. ഇമാരുടെയൊക്കെ ഓരോ ഉടായ്പ പരിപാടി. പേര് പറയുമ്പോൾ എല്ലാം ഉണ്ട്. ഇതിപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ 1 ലക്ഷം രൂപയെങ്കിലും വേണ്ടേ? അങ്ങനെയുള്ള ഒരുത്തനല്ലേ നടക്കുകയുള്ളൂ. അപ്പം ഇതൊക്കെ പൈസ ഉള്ളവർക്ക്, കുറച്ച് പൈസയെങ്കിലും ഉള്ളവർക്ക് ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇത് പൈസ ഉള്ളവർ ഇതെല്ലാം അടിച്ച് മാറ്റിയെടുക്കും. അങ്ങനെ ഇതൊക്കെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് അതും ഇതൊക്കെ കാണിച്ച് എല്ലാം പഴയ ചെയ്തൊക്കെ കാണിച്ചൊക്കെ ആണെങ്കിലും. പക്ഷെ നമുക്ക് അങ്ങനത്തെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് നേരെ പോകുന്നുള്ള കേസായതുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഒന്നും നടക്കാത്ത കേസല്ല. ഇവരൊക്കെ പരിപാടി പഞ്ചായത്തിൻ്റെയൊക്കെ പരിപാടി നടത്തുന്ന, പഞ്ചായത്തിൻ്റെ പൈസയ്ക്ക് വീട് വെക്കുക, ഈ പരിപാടിയൊക്കെ ഉണ്ട്. കാശുള്ളവന് നടക്കും. കാശുള്ളവന് പിന്നെ എന്നാത്തിന് ഇവരുടെ പൈസ. ഇനിയിപ്പം കുറച്ച് പറ്റിക്കണം എന്ന് വിചാരിക്കുന്നവർ അവരുടെ കാശ് കൊടുക്കും, ഈ പൈസ മേടിക്കും. ഓക്കെ, സംഭവം തെറ്റാണ്. ഒരു പൈസ ഇല്ലാതെ എടുത്തിരിക്കുന്നവന് ഒരു പരിപാടി നടക്കുക. അതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റം. ആ എല്ലാവരും എന്നോട് പറഞ്ഞു ചേട്ടാ ആവശ്യമായ കാര്യമാണ്. കടക്കാരും രാഗത്തിലെ പുള്ളി എന്നോട് പറഞ്ഞു ചേട്ടാ ആവശ്യമെന്ന് പറഞ്ഞു. വളരെ നന്ദിയുണ്ട്. മറ്റേ സംഭവം പുള്ളി പറഞ്ഞത് വീഡിയോ ഇട്ടായിരുന്നു ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതിൽ കൂടെ ലോക്കൽ ചെറിയ കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇട്ടാൽ ഫേസ്ബുക്കിൽ ഇട്ടാലേ കാണുള്ളൂ. യൂട്യൂബ് ഇവിടെ ഉള്ളവരൊന്നും കാണുന്നില്ല, കുറവാണ്. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. കുറച്ച് പേര് കണ്ടാൽ നമ്മുടെ വണ്ടി വന്ന് കയറുന്നേ ഉള്ളൂ.
നായരപ്പള്ളി.
ഇന്നത്തെ പണി കഴിഞ്ഞു. വെട്ടിക്കൂട് അതുകൊണ്ട് സെറ്റാവില്ലേ. ഇന്ന് വെളിയിൽ ശകലം പരിവായിരുന്നു, തീർന്നില്ല, ഇവിടം വരെ ആയതുകൊണ്ട്. ഇന്ന് മഴയില്ലായിരുന്നു, വെയിലായിരുന്നു. ഉണ്ടോ, സൂര്യൻ ഇപ്പോഴും നിൽക്കുക ശക്തമായിട്ട്. ഇങ്ങോട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പൊന്നും അല്ലേ? ായല്ലോ 5:54 എന്നാ മറന്നു. ഓക്കെ ഇത് മുണ്ടക്കാൻ പോകത്തില്ല. ഉണ്ട് ഒരു ദിവസം ശമ്പളം ലാഭം. ഉണ്ടോ അത്? കഴിഞ്ഞ സൂപ്പർവൈസറാന്ന് പറഞ്ഞ് കയറ്റിയതാ. സൂപ്പർവൈസർ ചെയ്യുന്ന പണിയൊക്കെ എന്തൊക്കെ ടെൻഷനായി ചുമ്മാ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും പറയും തെർമോക്കോള് ബത്തിന് കളിക്കാൻ കൊടുത്ത് ഇവിടെ മൊത്തം ചെതറിച്ചിട്ടേക്കുന്നത് മൊത്തം പെറുക്കിക്കോണം. ഞാൻ കൊടുത്തേക്കുന്ന കടി അത് കഴിഞ്ഞിട്ട് നീ തിന്നണോ വേണ്ടെന്ന് ആലോചിക്കാം കേട്ടോ. അങ്ങനെ തരണേ.
എനിക്ക് എന്റെ വീട്ടിൽ തെർമോക്കോൾ ഇടാൻ ഇടാന്നേ, അത് പെറുക്കിയാ മതി. ഇവിടെ ഈ തരിതരിയായിട്ട് ഈ സാധനം മൊത്തം ഇവിടെ കിടന്നു. എന്നെ അതെനിക്കറിയാം. ആ പാട് അനുഭവിക്കണം. എന്നാ നിന്റെ മോള് പറഞ്ഞാൽ നല്ല അനുസരണയാ. മോളനുസരിച്ച് അവർക്ക് ഈ സാധനമാണ് എടുത്ത് കൊടുക്കുന്നത്. വേറെ എല്ലാ സാധനവും കൊടുത്താൽ This device isn't set up yet. To get started, download the Google Home app on a phone or tablet.